ഹായ് ആൾ, എല്ലാവർക്കും എയർജ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ഒരുപക്ഷെ ചിലർക്കെങ്കിലുമൊക്കെ വിഷമകരമായിട്ട് മാറിയേക്കാം. കാരണം അത്തരത്തിലൊരു ടോപ്പിക്കാണ് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് തലപതി വിജയ് എന്ന നടനെ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്ന, അത്തരത്തിൽ ഇഷ്ടപ്പെടുന്ന ആരാധകർക്ക് ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഒരു വിഷമകരമായിട്ട് മാറിയേക്കാം. തലപതി വിജയ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ എൻട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റൂമേഴ്സ്, അതായത് തലപതി വിജയുടെ 68ാമത് ചിത്രമായ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം കഴിഞ്ഞിട്ട് അദ്ദേഹം അഭിനയം നിർത്താൻ പോകുന്നു. പിന്നെ 2 വർഷത്തെ ഗ്യാപ്പ് എടുക്കുന്നു. അത്തരത്തിൽ ഒരുപാട് റൂമേഴ്സും പിന്നെ ഒരുപാട് ചർച്ചകളും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി കുറെ നാളായിട്ട് കാണുന്നുണ്ട്. ഇപ്പോ ആ ഒരു റൂമേഴ്സിനും ആ ഒരു ചർച്ചകൾക്കും ഒക്കെ വിരാമം ഇട്ടുകൊണ്ട് തലപതി വിജയ് തന്നെ തന്റെ പൊളിറ്റിക്കൽ എൻട്രിയെ കുറിച്ചിട്ടുള്ള ആൻസറുമായിട്ട് എത്തിയിരിക്കുകയാണ്. പക്ഷേ ആ ഒരു 2 വർഷത്തെ ഗ്യാപ്പ് എന്നൊക്കെ വിചാരിച്ചിരുന്ന ആരാധകരെ കൂടുതൽ വിഷമത്തിലാക്കുന്ന ഒരു വാർത്തയാണ് അദ്ദേഹത്തിന്റെ ലെറ്ററിലൂടെ പറയാനായിട്ടുള്ളത്. ഒരു ഓപ്പൺ ലെറ്റർ വഴിയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പൊളിറ്റിക്കൽ എൻട്രിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ ഒരു ലെറ്റർ എന്തായാലും ഒന്ന് ആദ്യം വായിച്ചു നോക്കാം. തമിഴ്നാടു വെട്രിക്കഴകം, Vijay, Chairman, Tamil Nadu Vetrikazhagam. Currently, our party has applied for registration keeping in mind the time required for the work. I humbly state here that we are not contesting in the coming 2024 parliamentary election, and we do not have our support for any party, and it has been decided in the general body and executive committee. Finally, politics is not just another career for me. It's a sacred people's work. To know not only the height of politics but also its length and width. I have been preparing myself for it for a long time by studying lessons from many of us. So politics is not a hobby for me. That is my deepest desire. I want to fully involve myself in it. On my behalf, I am going to complete another film-related commitment that I have already agreed to, without interfering with party work, and fully engage in politics for the service of the people. I consider that as my debt of gratitude to the people of Tamil Nadu. Thanks. This is your Vijay. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഓപ്പൺ ലെറ്ററിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ തമിഴ്നാടു വെട്രിക്കഴകം എന്ന പാർട്ടി ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. എന്തായാലും 2024 പാർലമെന്ററി ഇലക്ഷനിൽ ആ ഒരു പാർട്ടി എന്തായാലും മത്സരിക്കാനോ മറ്റൊരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാനോ നിൽക്കുന്നില്ല എന്നാണ് അദ്ദേഹം ആ ഒരു ലെറ്ററിൽ പറയുന്നത്. 2026 ഇലക്ഷനാണ് അദ്ദേഹം മുന്നിൽ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത് ഒരു ഫിലിമും കൂടി കംപ്ലീറ്റ് ആക്കാനുണ്ട്. അദ്ദേഹം ചെയ്യാമെന്ന് എഗ്രി ചെയ്ത ഒരു ഫിലിമും കൂടെ വരാനായിട്ടുണ്ട്. അതെന്തായാലും 68ാമത് പടമല്ല, അത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം കഴിഞ്ഞിട്ട് 69ാമത് ഒരു വിജയ് ചിത്രം കൂടി നമ്മൾക്കായിട്ട് വരും. അത് കഴിഞ്ഞിട്ടായിരിക്കും അദ്ദേഹം പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് ഫുൾ ടൈം മാറ്റിവെക്കാൻ പോകുന്നത് എന്നാണ് ഈ ഒരു ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ നേരത്തെ വന്ന റൂമേഴ്സ് കണക്ക് അദ്ദേഹം ബ്രേക്ക് എടുക്കുന്നു, 2 വർഷത്തെ ബ്രേക്ക് കഴിഞ്ഞ് സിനിമയിലേക്ക് തിരിച്ചു വരും, അല്ലെങ്കിൽ ഫുൾ ടൈമും ആയിരിക്കും, അതിനൊരു വ്യക്തത ഈ ഒരു ലെറ്ററും തരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട്, ഫിലിമും പൊളിറ്റിക്സും കൂടി കൂട്ടിക്കുഴയ്ക്കാതെ ഫിലിം ചെയ്യുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫിലിം ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് വേണ്ടി പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഫുൾ കോൺസെൻട്രേഷൻ അതിലേക്കായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇത്രയും പീക്കിൽ നിൽക്കുന്ന, കരിയറിന്റെ ഒരു പീക്കിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം എടുത്ത ഒരു ഡിസിഷനാണ് ഈ ഒരു പൊളിറ്റിക്കൽ എൻട്രി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾക്ക് മുമ്പിൽ മറ്റു ഉദാഹരണങ്ങളുണ്ട്. ചിരഞ്ജീവി ഇതേ കണക്ക് കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്തായിരുന്നു പൊളിറ്റിക്സിലേക്ക് പോയിട്ട് പിന്നീട് അദ്ദേഹത്തിന്റെ കരിയർ ഡൗൺ ആയി പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും തലപതിയുടെ പൊളിറ്റിക്കൽ കരിയർ എത്രത്തോളം ശോഭിക്കുമെന്നത് വരുന്ന ഇലക്ഷനുകളിൽ കൂടി നമുക്ക് മനസ്സിലാകാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ആസ് എ വിജയ് ഫാൻ എനിക്ക് വളരെയധികം വിഷമം നൽകുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഫിലിം കരിയർ താൽക്കാലികമായിട്ടാണെങ്കിലും നിർത്തിവെക്കുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്കും വളരെയധികം വിഷമം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമും പിന്നെ 69ാമത് പടം അത് കാർത്തിക് സുബരാജ് ആണെന്നൊക്കെയുള്ള റൂമേഴ്സ് ഒക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും അത് ഏതാണെന്ന് അറിയാനായിട്ട് സാധിക്കുന്നില്ല. എന്തായാലും ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഏപ്രിൽ മാസത്തോടു കൂടി ഷൂട്ടിംഗ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് 69ാമത് പടത്തിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാകുകയുള്ളൂ എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു പീക്കിൽ നിൽക്കുന്ന ആ ഒരു ടൈമിൽ നിന്ന് അദ്ദേഹം ആ ഒരു കരിയർ വിട്ടിട്ട് മറ്റൊന്നിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന ആ ഒരു ഫിലിം കരിയർ എന്താകുമെന്ന് പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു റീ എൻട്രിയിലൂടെ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ആ ഒരു റീച്ച് പിന്നീട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അത് പിന്നീട് അദ്ദേഹം സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റ് അനുസരിച്ച് കാണത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, പ്രത്യേകിച്ച് തമിഴ്നാടിന് വെളിയിലോട്ട്. എന്തായാലും തലപതിയുടെ പൊളിറ്റിക്കൽ കരിയർ എത്രത്തോളം ശോഭിക്കുമെന്നുള്ളത് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. പക്ഷേ വിജയിയെ വിജയിയാക്കിയതും തലപതിയാക്കിയതും ഫിലിമാണ്. ആ ഒരു ഫിലിം കരിയർ മൊത്തത്തിൽ ഉപേക്ഷിച്ച് അദ്ദേഹം പോകുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അദ്ദേഹം അങ്ങനെ ചെയ്യില്ലായിരിക്കും. ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം. അപ്പോൾ ഉണ്ടാവുന്ന ഒരു ഹൈപ്പിന് വേണ്ടി ആയിരിക്കും അത് അദ്ദേഹം ഇവിടെ മെൻഷൻ ചെയ്യാതിരുന്നത്. പക്ഷേ ഒരിക്കലും മൊത്തത്തിൽ ഈ ഒരു ഫിലിം കരിയർ ഉപേക്ഷിച്ച് പോകുമെന്ന് എനിക്ക് ഇപ്പോഴും കരുതാനായിട്ട് വയ്യ. അങ്ങനെ ചെയ്യത്തില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ഒരു ഫിലിം കരിയറിനെ വിട്ടുപോയിട്ട് ആരാധകരെ മൊത്തത്തിൽ വിഷമത്തിലാക്കാനായിട്ട് അദ്ദേഹം തീരുമാനമെടുക്കുമോ എന്നും എനിക്ക് പേഴ്സണലി അറിയത്തില്ല. എന്തായാലും അങ്ങനെ എടുക്കാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. കൂടുതൽ തട്ടുപൊളിപ്പൻ പടങ്ങളുമായിട്ട് വിജയ്
ഒരു കരുത്തുറ്റ റീ എൻട്രി ഈ ഒരു 69ാമത് പടത്തിന് ശേഷവും നടത്തുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം.